നിങ്ങൾക്ക് കാര്യം മനസ്സിലാവില്ല എന്ന് എനിക്കറിയാം. ചിലപ്പോൾ നിങ്ങൾ തന്നെ വിചാരിക്കും ആ അപ്പച്ചന് ഇരിക്കാനൊരു സപ്പോർട്ടിനാണ് ആ കൈ അങ്ങനെ വെച്ചിരിക്കുന്നത്. അപ്പച്ചന്റെ മറ്റേ കൈയും കൂടെ കാണണ്ടേ? അപ്പച്ചൻ മറ്റേ കൈ കൊണ്ട് ഇവിടെ എന്തൊക്കെയോ കലാപരിപാടികൾ കാണിച്ചുകൊണ്ടിരിക്കുക. ഇത് 1-2 തവണ ഞാൻ വിചാരിച്ചു ചിലപ്പോൾ വിരല് വരുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ കൈക്ക് സ്വാധീനക്കുറവ് വല്ലതും കാണും, അതുകൊണ്ടാണ്. പക്ഷെ കൈക്ക് സ്വാധീനക്കുറവല്ല, കുറച്ചല്പം പബ്ലിക് ന്യൂസൻസ് ആണ്, സെക്ഷൽ ഹരാസ്മെന്റും ആണ്. ഈ വണ്ടി നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് വിടാൻ പറയണമെന്നും അല്ലെങ്കിൽ എണീറ്റ് അപ്പച്ചന്റെ തലമുണ്ടക്കിട്ട് 2 കൊടുക്കണമെന്നൊക്കെ എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. അങ്ങനെ ഇപ്പൊ എന്റെ ചെലവില് ഇങ്ങനെ 2 ആഴ്ചത്തെ മട്ടൻ കറി അവിടെ പോയി കഴിക്കണ്ട. കൊല്ലത്തെ മാതാവിന്റെ കുരിശടി എത്തിയപ്പോഴത്തേക്ക് ഈ കയ്യും കൊണ്ട് കുരിശ് വരയ്ക്കാൻ കാണിച്ച മനസ്സുണ്ടല്ലോ, അഭിനയ സിംഹം. ഈ ഒരു പ്രമുഖരെ 4 പേര് അറിയണ്ടേ? ഈ ഒരു ഷർട്ടോ ഈ തലയോ ഈ സ്പെക്സോ ഈ മാസ്കോ ഒക്കെ വെച്ച് കുറഞ്ഞ പക്ഷം ആ വീട്ടുകാരെങ്കിലും ഇങ്ങനെ അറിയുമല്ലോ. ഞങ്ങൾ പുറകിലിരുന്ന 2 പെണ്ണുങ്ങൾ ഇത് കാണുന്നുണ്ടല്ലോ എന്ന് ഉറപ്പുവരുത്താനായിട്ട് പാപം ഒരുപാട് പെടാപ്പാട് പെട്ട് 2 സൈഡിൽ നിന്നും കൂടെ നോക്കുന്നില്ലായിരുന്നു. ഞങ്ങൾ 2 പേര് കണ്ടപ്പോ എന്ത് മനസ്സംതൃപ്തിയാണോ പുള്ളിക്ക് കിട്ടിയത്, അത് നിങ്ങൾ എല്ലാരും കാണുമ്പോ കുറച്ചധികം കിട്ടൂലേ. ഈ പ്രായമായവർക്കൊക്കെ എന്തെങ്കിലും ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ അത് നടത്തി കൊടുക്കണ്ടേ? അപ്പൊ ഷെയർ ചെയ്യും. ഹലോ ഗൈസ്, ആക്ച്വലി ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം എന്താണെന്ന് എനിക്ക് ഏകദേശം ഇപ്പം ഈ ഫസ്റ്റ് വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലേ. ആക്ച്വലി ഇത് പറഞ്ഞതിന് മുമ്പ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാണ്ട് ഗൈസ്. ഇതേപോലത്തെ എക്സ്പീരിയൻസ് ഞാൻ നേരിട്ടിട്ടുണ്ട് ലൈഫിൽ. ഞാൻ മാത്രമല്ല, എൻ്റെ കുറച്ച് ഫ്രണ്ട്സും നേരിട്ടിട്ടുണ്ട്. കാരണം സൊസൈറ്റിയിൽ നമ്മൾ നോക്കുമ്പോൾ ഇത് ഏതൊരു വ്യക്തിയും, അതായത് ആണായാലും പെണ്ണായാലും ഈ സംഭവങ്ങൾ നേരിട്ടിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ട്സ് മാത്രമല്ല, ഞാൻ അറിയുന്ന ആൺപിള്ളേർ പോലും ഇതുപോലത്തെ സംഭവങ്ങൾക്ക് ഇരയായിട്ടുണ്ട് എന്നാണ് എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം ഇത് ബസ്സിൽ, ട്രെയിനിൽ, അങ്ങനെയുള്ള പൊതു ഇടങ്ങളിൽ, അതായത് ഗതാഗത ഇടങ്ങളിലൊക്കെ നടക്കുന്ന ഒരു സംഭവമാണ്. നമ്മൾ എങ്ങനെ യാത്ര ചെയ്യാൻ നോക്കിയാലും ഇതുപോലെ സംഭവങ്ങളുണ്ടാവും. ബസ്സിലാണെങ്കിലും ട്രെയിനിലാണെങ്കിലും അങ്ങനെയുള്ള പൊതുവേ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ 2 അല്ലെങ്കിൽ നമ്മൾ തിയേറ്ററിൽ സിനിമ കാണാൻ പോകുമ്പോഴായാലും ഇങ്ങനെയുള്ള കുറേ സംഭവങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ പല രീതിയിൽ ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇത് സ്ത്രീകൾക്കെതിരെ മാത്രമല്ല കേട്ടോ, ആണുങ്ങൾക്കെതിരെയുണ്ട്, ആൺകുട്ടികൾക്കെതിരെയുണ്ട്. ഓക്കെ, എൻ്റെ കോളേജ് ടൈമിൽ ഞാൻ പഠിക്കാൻ പോകുന്ന സമയത്ത് ഇതുപോലത്തെ ഒരു സമാന എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. എൻ്റെ ബാക്കിൽ നിൽക്കുന്ന ഒരാളായിരുന്നു കേട്ടോ. കിളവനാണെന്ന് തോന്നുന്നു, ഫേസ് ചെയ്യാൻ കണ്ടിട്ടില്ല. ഭയങ്കര തിരക്കുള്ളൊരു ബസ്സിലാണ്. കാരണം ആ സമയത്തൊക്കെ ബസ്സിൽ പോകേണ്ട, കാരണം ഞാൻ NSS പോലത്തെ കുറേ ആക്ടിവിറ്റീസിലുള്ളത് കാരണം ബസ്സിൽ പോകേണ്ട അവസ്ഥകൾ വന്നിട്ടുണ്ട്. കോളേജ് ബസ് ഉണ്ടെങ്കിലും കൂടി ശനിയാഴ്ച ഞായറാഴ്ച ഒന്നും ബസ് ഓടില്ല. ആ സമയത്ത് നമ്മൾ കോളേജ് ബസ്സിൽ പോകേണ്ട അവസ്ഥ ഉണ്ട്. ആ സമയങ്ങളിൽ വന്നൊരു സംഭവമാണ്. അപ്പോൾ എൻ്റെ ബാക്കിൽ നിൽക്കുന്ന ആളായിരുന്നു. ആളെ ഫേസ് ഒന്നും എനിക്ക് ഓർമ്മയില്ല. ആൾ എന്ത് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആളെൻ്റെ ഷോൾഡറിൽ, എൻ്റെ കയ്യിൻ്റെ ഷോൾഡറിൽ ഇങ്ങനെ പിടിക്കുന്നുണ്ടായിരുന്നു, ഇങ്ങനെ തടവുക. അങ്ങേരിക്കൊരു മനസ്സുഖം എന്ന് പറയാം. അങ്ങനെ ചെയ്യുമ്പോൾ അങ്ങേരിക്ക് നല്ലൊരു സുഖം. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ കൂടെയുള്ള 2-3 കുട്ടികൾ, പെൺകുട്ടികൾ ബാക്കിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു അവരെങ്ങനെ എന്നെ പിടിക്കുകയാണോ, കാരണം നല്ല തിരക്കുള്ള ബസ്സാണ്, നമ്മളിങ്ങനെ പിടിച്ച് നിൽക്കുകയാണ് ബസ്സിൽ. ആ സമയത്ത് അവരെങ്ങനെ എന്നെ പിടിക്കുകയാണോ വിചാരിച്ച് ഞാൻ ആദ്യമൊന്നും വലിയ കാര്യമാക്കിയില്ല. അപ്പോൾ ഞാൻ തടവിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ഈ തടവൽ എന്നുള്ള, ആ തിരക്കുള്ള ബസ്സിലാകുമ്പോൾ നമുക്ക് ഈ തടവലൊന്നും അധികം ശ്രദ്ധിക്കില്ല. ആ തടവലിങ്ങനെ എൻ്റെ ഇതിങ്ങനെ കൂടി വന്നപ്പോൾ ഞാൻ തിരിഞ്ഞിങ്ങനെ നോക്കിയപ്പോൾ ഒരു കിളവൻ്റെ ഒരു ഫേസ് ഓർമ്മയില്ല. കിളവനാണ്, എന്തായാലും ഒരു 10-50 വയസ്സ് കാണും, 50-45 ഏതായാലും ആ റേഞ്ചിൽ കാണും. ഓക്കെ, ഞാൻ എന്ത് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ബാക്കിൽ നിൽക്കണത് ഞാൻ എന്താ ചെയ്തറിയോ, വളരെ സിമ്പിളായിട്ടാണ് ചെയ്തത്. അന്നെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ മൊബൈൽ ഫോണൊന്നും ഈ പറഞ്ഞ പോലെ തന്നെ ഒരു സെറ്റപ്പ് ഫോണൊന്നും ഇല്ല കയ്യിൽ. എൻ്റെ കയ്യിൽ ഒരു സ്ലൈഡിൻ്റെ ഫോൺ, അതിൽ അന്ന് വീഡിയോ എടുക്കാനുള്ള സംഭവമൊന്നുമില്ല. ഇന്നത്തെ പോലത്തെ സ്മാർട്ട് ഫോണൊന്നും അല്ല അന്ന് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല അങ്ങ് ചവിട്ടി അങ്ങ് കൊടുത്തു, തിരിച്ച് നല്ലോണം അങ്ങോട്ട് ചവിട്ടി അങ്ങോട്ട് തിരുമ്പി കൊടുത്ത്. ആ തിരുമ്പലോടുകൂടി ഏകദേശം കാര്യം മനസ്സിലായി, ആൾ ബാക്കോട്ട് പോയി. ഞാൻ ചെയ്ത പരിപാടി അതാട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യം. നമ്മൾ പ്രതികരിക്കുക, അടിച്ച് പരുവാക്കുക, അതാണ്. അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റ രീതിയിൽ നമ്മളത് പ്രതിരോധിക്കുക, സിമ്പിളാണ്. ഇതേപോലെ ഒരു സാമാന്യമായിട്ടുള്ള ഒരു സംഭവം ഞാൻ ട്രിവാൻഡ്രത്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് എൻ്റെ ഒരു കൂട്ടുകാരി വന്നിട്ട് പറഞ്ഞു ഭയങ്കര സങ്കടത്തിലാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ കാര്യമെന്ന്. കാര്യം എത്ര ചോദിച്ചാൽ ആൾ പറയുന്നില്ല. അപ്പോൾ ആൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഒരാൾ എന്നോട് ബസ്സിൽ മോശമായിട്ട് പെരുമാറി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തുകൊണ്ട് പ്രതികരിച്ചില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പ്രതികരിച്ച് കഴിഞ്ഞാൽ എൻ്റെ വീട്ടുകാരറിയും, കുടുംബക്കാരറിയും, ബസ്സുള്ളവരറിയും, അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ. ബസ്സിൽ വേറെയും കുറേ ആൾക്കാരുണ്ടായിരുന്നു, കൂടെ പഠിക്കുന്നവർ, കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടൊക്കെ കുറേ ബുദ്ധിമുട്ടാണ് എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങോട്ട് പറഞ്ഞു എന്തുകൊണ്ട് പ്രതികരിച്ചില്ല എന്നുള്ള. കാരണം പ്രതികരിക്കാതെ നമ്മൾ തെറ്റാണ്.
അപ്പോൾ അതിനുള്ളൊരു ഇതില്ല. കാരണം മിക്ക പെൺകുട്ടികൾക്കും പ്രതികരിക്കാൻ പറ്റില്ല. കാരണം അവർക്ക് അതിനനുസരിച്ചുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടാവില്ല, പേടിയായി. മറ്റുള്ളവർ മുന്നിൽ നമ്മൾ എന്തായിരിക്കും നമ്മളെ അവസ്ഥ, മറ്റുള്ളവർ നമ്മൾ എങ്ങനെ നോക്കിക്കാണും, വീട്ടിലറിയുമോ, കുടുംബത്തിലറിയുമോ, നാട്ടുകാരറിയുമോ എന്നുള്ള കുറേ പേടിയും, പിന്നെ അവർക്ക് പ്രതികരിക്കാനുള്ള ധൈര്യമില്ല, കുറേ സംഭവങ്ങളുണ്ട്. അതുകൊണ്ട് ആരും ഇതിന് പ്രതികരിക്കില്ല. ഇപ്പോൾ ഇവിടെ ഈ സംഭവം കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് സന്തോഷം തോന്നി. കാരണം ആ കുട്ടി ചെയ്ത സംഭവം ഉണ്ടല്ലോ, ഫോണിൽ വീഡിയോ എടുത്തത്, അത് പക്കാ 100% കറക്റ്റാണ്. കാരണം ഇവർക്ക് ഈ രീതി തന്നെ പ്രതികരിക്കണം. സത്യത്തിൽ ബ്ലർ ചെയ്യാൻ പാടില്ലായിരുന്നു, ഫേസും കൂടെ കാണിക്കണമായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഗൈസ്, വിഷയം ഇതാണ്. അതായത് ഇങ്ങനെ ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ സ്ത്രീകൾ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങൾ. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിൽ ഈ കളവൻ വയസ്സ് ഒരു 10-60 വയസ്സിന് മുകളിലുണ്ട്. ഈ കളവൻ ബസ്സിലിരുന്നു കൊണ്ട് ബാക്കിലിരിക്കുന്ന സ്ത്രീകൾക്കെതിരെ മോശമായിട്ടുള്ള പ്രക്രിയ, കൈകൊണ്ടുള്ള പ്രക്രിയ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വീഡിയോ ആണ്. കയ്യിൽ 3-2 വാച്ചൊക്കെ ഉണ്ട്. അതുപോലെ എനിക്ക് തോന്നിയത് ആൾ ഭയങ്കര സെറ്റപ്പ് ഫാമിലിയുള്ള ആളാണ്. ആൾ ചെയ്യുന്നത് സെറ്റപ്പിലൊക്കെ ഇരിക്കുന്നത് കേട്ടോ, നല്ല ഫാമിലിയുള്ളൊരു കളവനാണ്. അപ്പോൾ കളവൻ്റെ അസുഖം ഇതാണ്, അതായത് കളവന് കടിയാണ്. മുമ്പും പല സംഭവങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. ട്രെയിനിൽ ഇതേപോലെ കാണിച്ചത്, ബസ്സിൽ കാണിച്ചത്, ആൺകുട്ടികൾക്കെതിരെയുള്ള പീഡനങ്ങൾ, പിന്നെ ബോയ്സിനെതിരെയുള്ള പീഡനം പറയുകയാണെങ്കിൽ അതും ഉണ്ടായിട്ടുണ്ട്. ഇതേപോലെ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ സംസാരിക്കാൻ പറ്റില്ല, കാരണം അത് വേറെ ആരോടും ഷെയർ ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ അതും ഒരു ബോയ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ബസ്സിലുണ്ടായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്. അതൊരു ബോയ് ആണ് കേട്ടോ, ഒരു ആൺകുട്ടിയാണ്. അപ്പോൾ ഇവർക്ക് സംഭവം പുറത്ത് പറയാനുള്ള ഭയമുണ്ട്. കാരണം ഇത് മറ്റുള്ളവർ അറിയുമോ എന്നുള്ള ഇമേജിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ആരും ഇതധികം പുറത്ത് പറയില്ല എന്നത് കൊണ്ടാണ് ഇതുപോലെയുള്ള കോമൺ സെൻസ് ഇല്ലാത്ത പരമ ഡാഷായിട്ടുള്ള എന്താ പറയുക ആൾക്കാർ, കിളവന്മാർ അല്ലെങ്കിൽ ഇങ്ങനത്തെ ആൾക്കാർക്കുള്ള അസുഖം. അതാരും പ്രതികരിക്കില്ല, ആരും പുറത്ത് പറയില്ല, നമ്മൾ സേഫാണ്, നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, ഏത് തോന്നിയാസം വേണമെങ്കിലും കാണിക്കുക എന്നുള്ള ഒരു ആത്മവിശ്വാസം കൊണ്ടാണ് ഇതുപോലെ സംഭവങ്ങൾ കൂടി വരുന്നത്. സത്യത്തിൽ ഇത് കൊടുക്കേണ്ട പണി 8ൻ്റെ പണിയാണ്. 8ൻ്റെ പണി തന്നെ കൊടുത്താലും അതുപോലെ ആൾക്കാർ അസുഖം മാറും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോട്ടോ വീഡിയോ എടുക്കുക. ഞാൻ ഈസി ആയിട്ട് സംഭവം പറഞ്ഞുതരാം. ഇങ്ങനെ വല്ല സംഭവം കണ്ടു കഴിഞ്ഞാൽ ക്യാമറ ഓൺ ചെയ്ത് വീഡിയോ എടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, അത് പോസ്റ്റ് ചെയ്യുക. ബ്ലർ ചെയ്യാനും നിൽക്കരുത്. അങ്ങനെ അവരെ വീട്ടുകാരും കുടുംബക്കാരും മക്കളും മരുമക്കളും ഒക്കെ കാണട്ടെ. കണ്ടിട്ട് എന്ത് ചെയ്യട്ടെ, അവർ തീരുമാനിക്കട്ടെ ആളെ കയ്യും കാലും ഒടിച്ച് മൂലക്കിടണോ. ഓക്കെ, ഇതാണ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം. ചെയ്യണം, പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്യൊന്നുമല്ല ചെയ്യേണ്ടത്. അങ്ങനെയൊന്നും ഒരു കാര്യമില്ല. എന്ത് കാര്യമുള്ളത്? സെക്ഷൻ IPC 354 എങ്ങാനുമാണ് സെക്ഷൽ ഇങ്ങനെ വയലൻസിന് എഗെയിൻസ്റ്റ് ഉള്ളത്, സെക്ഷൽ ആക്ട് വയലൻസിന് എഗെയിൻസ്റ്റ് ഉള്ളത്. പക്ഷേ അത് പ്രകാരം കേസൊക്കെ എടുത്തു കഴിഞ്ഞിട്ടൊന്നും ഒരു കാര്യം വരാൻ പോകുന്നില്ല. നമ്മളെ കേരളമല്ല, നമ്മളെ നാടല്ല, എന്താവാനാണ്. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ ആ കൈയൊക്കെ പിടിച്ച ഒടിച്ച കളയുക. ഓക്കെ, അതുപോലെ തന്നെ നല്ലോണം കൊടുക്കുക, നല്ലോണം പൂശുക, കയറി പൂശുക. ഓക്കെ, ബാക്കി വരുന്നത് വെച്ച് കാണുക. ഇതൊക്കെയാണ് പ്രതികരിക്കേണ്ടത്. ഈ 2 കാര്യങ്ങളാണ് നിങ്ങൾ സ്ത്രീകൾ പ്രതികരിക്കേണ്ട കാര്യം. അല്ലാതെ നിങ്ങൾ സൈലൻ്റായി നിൽക്കാൻ പാടില്ല. അതുപോലെ പോലീസ് പോയി കേസ് കൊടുത്തിട്ടും കാര്യമില്ല. ഈ കാര്യത്തിലൊന്നും കേസ് കൊടുത്തിട്ടൊന്നും ഒരു പ്രയോജനം വരാൻ പോകുന്നില്ല. അതുകൊണ്ട് പറയാണ്, എന്ത് പ്രയോജനം വരാൻ പോകുന്നത്? അവർ പറയും ഞങ്ങളതിനെ കാണിച്ചില്ല. തെളിവ് വേണം, എപ്പോഴും തെളിവാണ്. എവിഡൻസ് ഇല്ലാതെ ഒരു കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല. എവിഡൻസിന് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞത് നിങ്ങൾ വീഡിയോ ഷൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞത്. പിന്നെ എന്താ പറയുക, മറ്റുള്ളവർ കാണും, ഇതുപോലത്തെ ആൾക്കാർ വേറെ ഉണ്ടാവും. അപ്പോൾ അവർക്കൊരു പേടി, ഇവരുടെ കയ്യിൽ ക്യാമറ ഉണ്ട്, ഫോണുണ്ട്, ഇവർ നമ്മളെ ഷൂട്ട് ചെയ്യും എന്നുള്ളൊരു പേടി അവർക്ക് വരും. അതുകൊണ്ട് ഈ മാതിരി പരിപാടിക്ക് അവർ നിൽക്കൂല, സത്യമായിട്ട് നിൽക്കൂല. ഈ കുട്ടിയുടെ അപ്പൂപ്പനാവുള്ള പ്രായമുള്ളൂ. ഓക്കെ, ചിലപ്പോൾ പേരക്കുട്ടികളൊക്കെ ഉണ്ടാവും, എന്നിട്ടും ഇതുപോലത്തെ ഇതിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അസുഖമല്ല. സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഒരു എന്താ പറയുക, മാനസിക രോഗമാണ്. ഇതൊക്കെയാണ് മാനസിക രോഗം എന്നൊക്കെ പറയുന്നത് കേട്ടോ. ഇതാണ് ഇതിനുള്ള ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നല്ല ചുട്ട അടിയാണ്. അല്ലാതെ ഒരു രീതിയിൽ ഉപദേശിച്ചിട്ടോ പറഞ്ഞിട്ടോ ഒന്നും കാര്യമില്ല. നല്ല ചുട്ട അടി കൊടുത്തു കഴിഞ്ഞാൽ മാറാവുന്നതാണ്. അതുപോലെ ഇതുപോലത്തെ വീഡിയോ ഷൂട്ട് ചെയ്ത് പബ്ലിക്കിന് മുന്നിൽ ഇട്ട് കൊടുത്താലും മാറാവുന്നതാണ്. ഈ 2 മരുന്നാണ് ഇതിനുള്ളത്. ഞാൻ കണ്ടിട്ട് രോഗികൾക്കുള്ള ട്രീറ്റ്മെൻറ്റ്. ഓക്കെ, കാരണം മക്കളെ തിരിച്ചറിയാത്ത, അതായത് ഈ പ്രായത്തിലുള്ള കുട്ടികളെ ആരെയാണെന്ന് തിരിച്ചറിയാതെ, അതുപോലെ മറ്റുള്ളവരുടെ ഒരു രീതിയിലും ഇത് കാണിക്കാതെ, ഒരു ബഹുമാനം, സ്ത്രീകളാണ് അവരോട് എന്തും കാണിക്കുക എന്നുള്ള ഒരു മൈൻഡ് സെറ്റാണ് ആണുങ്ങൾക്കുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ ആൾക്കാർക്കൊക്കെയുള്ള പണിഷ്മെൻറ്റ് അത്രയേ ഉള്ളൂ. അല്ലാതെ പോലീസിലോ പട്ടാളത്തിലോ ഒക്കെ പറഞ്ഞിട്ട് 5 പൈസ കിട്ടാൻ പോകണില്ല. ഞാൻ വിചാരിച്ചേ ഇയാളെ കയ്യിൽ സ്വർണ്ണമൂതിനും വാച്ചൊക്കെ ഉണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കൈ നോക്കണമായിരുന്നു. അങ്ങനെ വല്ല കൈ കൊണ്ട് കാണിക്കുകയാണെങ്കിൽ ആ മൂതിരം അങ്ങ് ഊരും, വാച്ച് അങ്ങ് ഊരും. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. ഞാനതേ പറയുള്ളൂ. നിങ്ങളെടുത്ത് അങ്ങനെ വല്ലതും കാണിക്കുന്ന ആൾക്കാരുടെ കയ്യിൽ ബ്രേസ്ലെറ്റോ വാച്ചോ മൂതിരോ ഒക്കെ ഉണ്ടെങ്കിൽ, പേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്തോളി. ഞാൻ അതേ പറയുള്ളൂ. അതൊക്കെ എടുക്കുക തന്നെ. അപ്പോൾ അവരെന്താ പറയുക നമുക്ക് നോക്കാമല്ലോ. അല്ല എന്താ പറയണ്ടേ അതിനൊക്കെ?
ഇമാതിരി തോന്നിയ ദിവസം കാര്യങ്ങളൊക്കെ നാട്ടിലെ നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ സ്ത്രീകൾക്കെതിരെയുള്ള അക്രമങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ആണുങ്ങൾക്കെതിരെ ഉണ്ട്. അപ്പോൾ ഇതുപോലത്തെ സംഭവങ്ങൾ ഞാൻ പലപ്പോഴും വീഡിയോ കാണാറുണ്ട്. ആ സമയത്തൊന്നും ഞാൻ വീഡിയോ ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ട്. കാരണം പോട്ടെ, ഒരു ഒന്ന് രണ്ട് കേസല്ലേ, പോട്ടെ. പക്ഷേ ഇങ്ങനത്തെ കേസുകൾ നിരന്തരം ബസ്സുകളിൽ ട്രെയിനുകളിൽ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ മുമ്പ് ഒരു ഉസ്താദ് ഇതുപോലെ തന്നെ ആ ഉസ്താദിൻ്റെ പ്രൈവറ്റ് പാർട്ട് കാണിച്ചിട്ടുള്ള ഒരു സംഭവം ഞാൻ വീഡിയോ കണ്ടായിരുന്നു. ട്രെയിനിലാണ് സംഭവം, അതും ആരോ ഇതേപോലെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ വേറെയും കുറേ ആൾക്കാർ ട്രെയിനിൽ, ബസ്സിൽ, ഇതൊക്കെ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുക. എനിക്ക് തോന്നുന്നു ഈ കേസുകൾ ഇഷ്ടംപോലെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരെ പ്രത്യേകിച്ച് നടപടി കാര്യങ്ങളൊന്നും ഞാൻ കാണാറില്ല. ഓക്കെ, അതും വലിയ വലിയ ഉദ്യോഗസ്ഥർ, ഉസ്താദ്, അങ്ങനത്തെ കുറേ ആൾക്കാർ, സമൂഹത്തിൽ വലിയ വലിയ പേര് കേട്ട ആൾക്കാരാണ് ഈ പരിപാടിക്ക് ഇറങ്ങുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ആൾക്കാരെ ശരിക്കുള്ള പിക്ചർ അങ്ങ് തുറന്ന് കാണിച്ചു കൊടുക്കുക നാട്ടുകാർക്ക്, അതുപോലെ തന്നെ കുടുംബക്കാർക്ക്, സമൂഹത്തിൻ്റെ മുന്നിൽ. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ വീഡിയോ എടുക്കുക, നിങ്ങൾ മാക്സിമം വീഡിയോ എടുക്കുക. ഞാൻ ഫുൾ സപ്പോർട്ടാണ്. പിന്നെ ആ കുട്ടിയുടെ സംസാരം എനിക്കിഷ്ടമായിട്ടോ. കാരണം ആ കുട്ടി പറയുന്ന കാര്യങ്ങളുണ്ട്. അപ്പൂപ്പൻ ആദ്യം വിചാരിച്ചു സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ്, പിന്നെ മനസ്സിലായി അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ ആ കുട്ടി പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ആ അവതരണം എനിക്കിഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ ആ വീഡിയോ നല്ല രീതിയിൽ റീച്ചായിട്ടുണ്ട്, അത്യാവശ്യം നല്ല റീച്ചിന് പോയിട്ടുണ്ട്. അപ്പം ഈ വീഡിയോ ഒക്കെ ഈ പറഞ്ഞ കിളവൻ്റെ വീട്ടുകാരും നാട്ടുകാരൊക്കെ കാണണം. അപ്പോൾ കാണുമ്പോൾ അവർക്ക് മനസ്സിലാവും, അതെ ഈ ഷർട്ട് ഇട്ട ആൾ, ഈ പാൻറ് ഇട്ട ആൾ, ഇതേ മൊട്ടത്തല അല്ലേ, ഈ ആളാണ് ഇത് എന്ന് മനസ്സിലാവും. പക്ഷെ മുഖം ബ്ലർ ചെയ്യാൻ പാടില്ല. മാനസിക രോഗികളുടെ മുഖം കണ്ട് വലിച്ചു കീറിയെടുക്കുക ശരിക്കും എല്ലാവരും അറിയട്ടെ. കാരണം ഇതൊക്കെ പേരുദോഷം ഉണ്ടാക്കല്ലേ. സ്വന്തം വീട്ടുകാരെ, നാട്ടുകാരെ, കുടുംബക്കാരെ, മക്കളൊക്കെ പറയിപ്പിക്കാനല്ലേ ഇതുപോലത്തെ നാറികൾ ഇറങ്ങിയിട്ടുള്ളത്. എന്ന് പറയും, എന്താ പറയുക, രാവിലെ തന്നെ ബാഗ് എടുത്തങ്ങ് ഇറങ്ങാൻ ഈ മായി തോന്നിയ ദിവസം കാണിക്കാൻ വേണ്ടിയിട്ട്. അമ്മയും പെങ്ങളെയും തിരിച്ചറിയാത്ത കുറേ ആൾക്കാർ എന്തിനാ അവരൊക്കെ ജീവിക്കുന്നത് ആലോചിക്കണം. ഇപ്പോൾ സാധാരണ ആൾക്കാർ പറയും ഈ വയസ്സായ ആൾക്കാർക്കാണ് ഇതുപോലത്തെ ഇത് കൂടുതലെന്ന്, ഈ വിഷയം. സത്യം പറഞ്ഞാൽ ഇങ്ങനെ സംഭവത്തിൽ വയസ്സന്മാർക്ക് ഉണ്ട് കേട്ടോ, കൂടുതലാണ്. വേറെ കാര്യം, സാധാരണ ആൾക്കാർക്ക് ഇല്ലയെന്നല്ല, ചെറുപ്പക്കാർക്ക് ഇല്ലയെന്നല്ല, ചെറുപ്പക്കാരാണ് കൂടുതൽ. ആരും പേടിക്കാതെ ഇനി എൻ്റെ അവസാനമാണ്, കുയിലോട്ട് പോകാനായി എന്നുള്ള വിചാരമുള്ള ആൾക്കാർക്ക് എന്തും ആവാമെന്നൊരു തോന്നലാണ് സത്യത്തിൽ. ആ തോന്നൽ നിർത്തി കൊടുക്കേണ്ട വീട്ടുകാരാണ്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് കൈയും കാലും ഒടിച്ച് മുലക്കലിടാൻ അവിടെ കിടക്കട്ടെ. ഈ പറയാനുള്ള വിഷയം, ഇപ്പം ഇതുപോലത്തെ കുറേ സംഭവങ്ങൾ പെൺകുട്ടികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പെൺകുട്ടികളോട് പറയാനുള്ളത്, നിങ്ങൾ ഇതിനു വേണ്ടി സങ്കടപ്പെടുകയോ അല്ലെങ്കിൽ പേടിക്കുകയോ ഒന്നും ചെയ്യരുത്. ഇതുപോലെ തന്നെ പല ഇഷ്യൂസുമായിട്ട് ഭയങ്കര ടെൻസ്ഡായിട്ട് ആരോടും പറയാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുന്ന പെൺകുട്ടികളൊക്കെ ഉണ്ട്. ഭയങ്കര പേടി, ഉള്ളിൽ ടെൻഷൻ കയറുക, അങ്ങനെയൊക്കെ ആൾക്കാർ കാണുമ്പോൾ വളരെയധികം സങ്കടം തോന്നുന്ന, ടെൻഷൻ കയറുക, അങ്ങനെയുള്ള ഒരുപാട് പെൺകുട്ടികളുണ്ട്. അപ്പോൾ ഇവരൊക്കെ ചിലപ്പോൾ ആരോടും പറയാൻ പോലും മടിക്കും. അപ്പോൾ അങ്ങനെ പെൺകുട്ടികൾ നിങ്ങൾ പ്രതികരിക്കുന്ന രീതി ഇതേപോലെ ഞാൻ പറഞ്ഞ പോലെ. പിന്നെ എന്താ പറയുക, നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങൾ ഉപദ്രവിക്കാൻ നോക്കുക, മാക്സിമം നിങ്ങൾ ഉപദ്രവിക്കാൻ നോക്കുക, എന്നാലേ അതിൽ കാര്യമുള്ളൂ. ഓക്കെ, അപ്പോൾ അതിനുള്ളൊരു കോൺഫിഡൻസ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. അതൊക്കെ നിങ്ങളെ കയ്യിലാണുള്ളത്. ഓക്കെ, ഇതിന് നിങ്ങൾ മൈൻഡ് ചെയ്യാതെ പോകരുത്. ഒരിക്കലും നിങ്ങൾ പ്രതികരിക്കാതെ പോകരുത് കേട്ടോ. പ്രതികരിക്കാതെ പോയി കഴിഞ്ഞാൽ വീണ്ടും ഇത് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ മറ്റൊരാൾക്ക് കിട്ടുന്ന കാര്യം ഉറപ്പാണ്. നിങ്ങളിത് പ്രതികരിക്കാതെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ നേരിട്ട് ഇതേ സംഭവം മറ്റൊരാൾ നേരിടേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മാക്സിമം പ്രതിരോധിക്കുക. നിങ്ങളങ്ങ് കീറിയങ്ങ് മേയുക, അത് തന്നെ. കാരണം അങ്ങനെ വെറുതെ വേണ്ട കേസൊന്നുമല്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് എനിക്ക് തരാനുള്ള ഉപദേശം ഇത്ര മാത്രമാണ്, ബി കോൺഫിഡൻറ്റ് ഈ കാര്യത്തിൽ. ഇപ്പോൾ ഇതുപോലത്തെ ആൾക്കാർക്ക് ഇതുപോലെ പാടാവട്ടെ. ഈ വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്യുക. ഓക്കെ ഗൈസ്, അടുത്ത വീഡിയോ കാണാം.